ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയോൺ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 145 എപ്പിസോഡാണ് ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇന്നത്തെ ഈ ശുശ്രൂഷ കാണാനായും കേൾക്കുവാനായും ഇരിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയിട്ടുള്ളത് ക്രിസ്തീയ ഗായക രംഗത്ത് കർത്താവിന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന സഹോദരി ഷിബി വർഗീസ് പത്തനാപുരം അവர்களാണ്. മനോഹരമായ ഗാനങ്ങൾ ഇന്ന് പ്രിയ സഹോദരി കൂടി കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രിയ സഹോദരിയെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് അന്വേഷണം ലഘു സന്ദേശവും അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധ സുവിശേഷകനും ബൈബിൾ ടീച്ചറും അയക്കുന്ന കർത്താവിൻ്റെ ദാസൻ A.T. തോമസ് കൊട്ടാരക്കര അവர்களാണ്. പ്രിയ ദേവദാസൻ മുമ്പും ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഈ ശുശ്രൂഷയിൽ പല പ്രാവശ്യം കടന്നു വരികയും കീബോർഡ് വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. പ്രിയ സഹോദരനെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കത്തക്കണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദത്തിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹകാരണമായി തീരുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ A.T. തോമസ് അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വളരെ സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും വന്ദനം. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ഈ ഒരു ദിവസവും ഞങ്ങളെ വളരെ അതിശയകരമായി പരിപാലിച്ച ദൈവകൃപയ്ക്കായി, ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവായ ദൈവമേ, അവിടുത്തെ സ്നേഹത്തെ കാലാകാലങ്ങളിലായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപയാൽ നൽകിയ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിച്ച നീതീകരണത്തിനായും വിശുദ്ധീകരണത്തിനായി വീണ്ടെടുപ്പിനായി നന്ദിയോടെ സ്തോത്രം. ആ രക്ഷകനെ വിവിധ നിലകളിലായി മഹത്വപ്പെടുത്തുവാൻ നിന്റെ മക്കളായ ഞങ്ങളെ ഈ കാലമൊക്കെയും സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇവാഞ്ചലിയോൺ എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, ഈ 145 ഈ ശുശ്രൂഷയും കർത്താവെ മനോഹരമാക്കി തീർക്കുവാൻ അങ്ങയുടെ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. നിന്റെ ദാസന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. കരങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി കൊടുക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പാട്ടുകൾ പാടി മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. പ്രത്യേകിച്ച് പത്തനാപുരത്തു നിന്നും ആഗതയായ പ്രിയ സഹോദരി ഷിബി വർഗീസിനായും സ്തോത്രം. അവിടുത്തെ ആത്മാവിൽ അങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവെ, സ്വർഗത്തിൽ നിന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ തവ സാന്നിധ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ ശ്രോതാക്കൾക്കും ഒരുപോലെ അനുഗ്രഹമാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷ നിമിത്തമുള്ള സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും ബലവും മാഞ്ഞു പോകാത്ത പുകഴ്ചകളും യേശുക്രിസ്തുവിൻ നാമത്തിൽ അർപ്പിക്കുന്നു. പിതാവേ, സ്വീകരിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വീണ്ടും വന്ദനം. ഓർപ്പിച്ചതുപോലെ ഇവാഞ്ചലിയോൺ എന്ന ഈ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 145 എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നിവർത്തിക്കപ്പെടുന്നത്.
ഇത്രയും നാളും കർത്താവ് ഈ ശുശ്രൂഷയെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ സഹായിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം ആ രീതിയിൽ പകർത്തപ്പെട്ടു. തിരുനാമത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹത്തെ സുവിശേഷകൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ, അദ്ദേഹത്തിന് ദൈവം നൽകിയ ദർശനം അനേകർക്കത് പ്രയോജനമായി തീരുന്നു എന്നറിയുവാൻ കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകൾ നാം പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുകയാണല്ലോ. നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിലാണ് ദൈവം നമ്മിൽ കൂടുതൽ സന്തോഷിക്കുന്നതും അനുഗ്രഹത്തിന് മുഖാന്തരമാകുന്നതും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ആ വിശ്വാസം സമർപ്പണത്തിലേക്ക് പരിണമിക്കുമ്പോഴാണ് നാം ദൈവത്തിന് ഏറെ പ്രയോജനമുള്ളവരായി തീരുന്നത്. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ ഒരു മഹാ കൺവെൻഷൻ യോഗത്തിലെ സ്തോത്രകാഴ്ച എടുക്കുന്ന അവസരത്തിൽ ഒരു യുവാവ്, ഒരു ബാലൻ തൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പണമൊന്നുമില്ലാതിരിക്കെ തൻ്റെ പേരെഴുതി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്തോത്രകാഴ്ച എടുക്കുന്ന ബാഗിൽ നിക്ഷേപിച്ചു എന്നാണ് അറിയുന്നത്. സംഘാടകർ അദ്ദേഹത്തെ അന്വേഷിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രസംഗകനായ ബില്ലി ഗ്രഹാം, അദ്ദേഹം ആ രീതിയിൽ തൻ്റെ സമർപ്പണത്തെ അങ്ങനെ ചെയ്തതുകൊണ്ട്, തന്നെ സമർപ്പിച്ചതുകൊണ്ട് ദൈവം ആദരിച്ചു, ദൈവം തന്നെ ഉപയോഗിച്ചു. ഒരു ഉപകരണം നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ അത് യുക്തമായി ഉപയോഗിക്കുവാൻ വിധേയമായി തീരുന്നത്, അതുപോലെയാണ് നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ നാം ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കണം. പത്രോസിൻ്റെ അമ്മായിയമ്മ സൗഖ്യമായപ്പോൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനായി അവൾ ഉടൻ എണീറ്റു, അതെ, താല്പര്യപ്പെട്ടു. നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പ് ഓർക്കുമ്പോൾ നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവർ ആകുന്നു. ദൈവത്തിന് മഹത്വം. അതെ, സമ്പൂർണമായ ഒരു സമർപ്പണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഓർപ്പിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്, അതൊരു പ്രത്യേക അച്ചാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണമെന്ന മറ്റൊരു മോൾഡുണ്ട്. അതിൽ നാം നമ്മെ വിധേയപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന് പ്രയോജനപ്രദമായ ഒരു ജീവിതമായി തീരുന്നത്. ആ അർത്ഥമുള്ള ഒരു മനോഹരമായ ഗീതം, ഞാൻ എന്നെ നൽകിടുന്നേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നുള്ള പാട്ട് ഇപ്പോൾ സഹോദരി ഷിബി വർഗീസ് പത്തനാപുരം നമുക്കായി ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ സാദരം സ്വാഗതം ചെയ്യുന്നു. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു ഗാനം കേൾക്കുവാൻ ദൈവം നമ്മുടെ വാത്സല്യ സഹോദരിയിൽ കൂടി പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. അടുത്ത ഗാനം, അത്യുന്നതൻ മറവിൽ വസിച്ചിടുന്നു ഞാൻ, സർവശക്തന്റെ നിഴലിൻ കീഴ് പാർത്തിടുന്നു ഞാൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ 91 സങ്കീർത്തനം. അത് ഈ ഒരു വാക്യം, ഈ ആശയമുള്ളതാണ്. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ, അവൻ ആരുമാകട്ടെ, ലോകത്തിൽ എവിടെയുമാകട്ടെ, ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവനുമാകട്ടെ, ജീവനുള്ള ദൈവത്തിൽ, ഈ സത്യദൈവത്തിൽ വിശ്വസിച്ചാൽ, ആശ്രയിച്ചാൽ അവൻ സുരക്ഷിതനാണ്. ലോകത്തിൻ്റെ ഏത് പ്രതികൂലങ്ങൾ നമുക്കെതിരായി ഉയർന്നാലും ദൈവം നമുക്ക് സങ്കേതമായിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് സഹായകനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം സുരക്ഷിതരാണ്. ആ ആശയം വരുന്ന ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു വലിയ വാഗ്ദത്തമാണ്. 90 സങ്കീർത്തനം ഒരു മനുഷ്യൻ്റെ ക്ഷണികതയെ ഓർപ്പിച്ചിട്ട് 91 സങ്കീർത്തനത്തിൽ പറയുകയാണ്, അതെ, ദൈവ പൈതൽ, ഒരു വിശ്വാസി കർത്താവിൽ സുരക്ഷിതനാണ്. അങ്ങനെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ച് വലിയ വാഗ്ദത്തമുണ്ട്. ദൈവം അവനെ തക്ക സമയത്ത് ഉയർത്തും, ദൈവം അവന് ഉത്തരമരുളും, കൂടെയിരിക്കും, മഹത്വപ്പെടുത്തും, അങ്ങനെ തൃപ്തി വരുത്തും, ദൈവത്തിൻ്റെ മഹത്വം അവന് കാണിച്ചു കൊടുക്കും. എത്ര അനുഗ്രഹമാണ്! ഈ വിലയേറിയ ആശയമുള്ള പാട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഈട്ടിക്കൽ കുഞ്ഞുവാൻ നമുക്കായി പാടുന്നു. അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്യുന്നു. മറവിൽ വസിച്ചിടുന്നു ഞാൻ, സർവശക്തൻ നിഴലിൽ പാർത്തിടുന്നു ഞാൻ. അത്യുന്നതൻ മറവിൽ വസിച്ചിടുന്നു ഞാൻ, സർവശക്തൻ നിഴലിൽ പാർത്തിടുന്നു ഞാൻ. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ, എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. നാശമക്കുഴിയിൽ നിന്നും വീണ്ടെടുത്തന്നെ ഈശൻ പാറമേൽ നിർത്തി എന്നെ രക്ഷിച്ചു. നാശമക്കുഴിയിൽ നിന്നും വീണ്ടെടുത്തന്നെ ഈശൻ പാറമേൽ നിർത്തി എന്നെ രക്ഷിച്ചു. തൻ്റെ തൂവലുകൾ കൊണ്ട് എന്നെ മറയ്ക്കും, തൻ ചിറകിലെന്നും അഭയം. തൻ്റെ തൂവലുകൾ കൊണ്ടു എന്നെ മറയ്ക്കും, തൻ
ചിറകിലെന്നും അഭയം. അത്യുന്നതൻ മറവിൽ വസിച്ചിടുന്നു ഞാൻ, സർവശക്തൻ നിഴലിൻകിൽ പാർത്തിടുന്നു. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. പകലിൻ സംഹാരത്തെയും പേടിക്കില്ല ഞാൻ, രാത്രിயின் ഭയത്തെ ഒട്ടും ഭയപ്പെടില്ല. പകലിൻ സംഹാരത്തെയും പേടിക്കില്ല ഞാൻ, കർത്തനൻ കൂടാരത്തിങ്കൽ വസിപ്പതിനാൽ സർവബാധകളും നീങ്ങിപ്പോ. കർത്തനൻ കൂടാരത്തിങ്കൽ വസിപ്പതിനാൽ സർവബാധകളും നീങ്ങിപ്പോ. അത്യുന്നതൻ മറവിൽ വസിച്ചിടുന്നു ഞാൻ, സർവശക്തൻ നിഴലിൻകിൽ പാർത്തിടുന്നു ഞാൻ. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്നു, എൻ വഴികളെല്ലാം നാഥൻ അറിഞ്ഞിടുന്നു. എന്നെ കാപ്പാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്നു, കാലുകൾ തള്ളി വീഴാതവൻ കയ്യിൽ വഹിച്ച് അന്ത്യത്തോളം നടത്തിയിടുമേ. കാലുകൾ തട്ടി വീഴാതവൻ കയ്യിൽ വഹിച്ച് അന്ത്യത്തോളം നടത്തിയിടുമേ. അത്യുന്നതൻ മറവിൽ വസിച്ചിടുന്നു ഞാൻ, സർവശക്തൻ നിഴലിൻകിൽ പാർത്തിടുന്നു ഞാൻ. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. യഹോവ എൻ്റെ ആശ്രയമാം സങ്കേതം കോട്ടയുമേ. പ്രൈസ് ദി ലോർഡ്. സുപ്രസിദ്ധ സുവിശേഷ പ്രവർത്തകനായിരുന്ന സ്റ്റാൻലി ജോൺസ് ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ശക്തമായ കാറ്റടിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ചെറിയ പക്ഷി ആ കാറ്റിൽ പറന്ന് അതിനൊരു ആശ്രയം അന്വേഷിക്കുമ്പോൾ സ്റ്റാൻലി ജോൺസിൻ്റെ കോട്ടിൽ
വന്നിരുന്നു. അപ്പോൾ കാറ്റടിച്ച് ഓപ്പണായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പോക്കറ്റിലേക്കാണ് ഈ ചെറിയ പക്ഷി വന്ന് വീണത്. ഏറെ നേരം അദ്ദേഹം അതിനെ ശ്രദ്ധിച്ചു. വളരെ ചങ്കിടിപ്പോടുകൂടി ആ പക്ഷി അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലിരിക്കുക. അദ്ദേഹം അതിനെ ഉപദ്രവിക്കാതെ അതിനെ തലോടി ആ രീതിയിൽ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുക, വിശ്വാസികളുടെ ഏത് സാഹചര്യത്തിലും അഭയമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ആരാധിക്കുന്ന, നാം അനുഭവിച്ചറിയുന്ന, നാം സേവിക്കുന്ന സത്യദൈവം. ഓ, ദൈവത്തിന് മഹത്വം. ഒരിക്കൽ രൂത്ത് എന്ന യുവതി ബോവസ് എന്ന ധനവാന്റെ വയലിലെത്തിയപ്പോൾ അവളോട് ആ യജമാനായ മനുഷ്യൻ പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിന് കീഴിൽ ആശ്രയിച്ചു വന്നതുകൊണ്ട് ആ ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നാണ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് 118 8-9 വാക്യങ്ങൾ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ പൂർണ്ണ സുരക്ഷിതനായിരിക്കും. ഞാൻ സ്റ്റാൻലി ജോൺസന്റെ കോട്ടിന്റെ പോക്കറ്റിൽ വീണ പക്ഷിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതേപോലെ നാം കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ നാം പൂർണ്ണ സുരക്ഷിതരായിരിക്കും. അർത്ഥമുള്ള എനിക്കെൻ്റെ ആശ്രയം ദൈവം എന്നുള്ള അർത്ഥമുള്ള മനോഹരമായ ഗീതം നമുക്കിപ്പോൾ കർത്താവിൽ പ്രസിദ്ധിയായ സഹോദരി ഷിബി വർഗീസ് ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു സിസ്റ്റർ. വളരെ മനോഹരമായ ഒരു പാട്ട് കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ദൈവജനത്തെ, വിശ്വാസികളെ ഗതിമാറ്റിവിടുവാൻ, അഥവാ ഭയപ്പെടുത്തുവാൻ, ഭീഷണിപ്പെടുത്തുവാൻ, ലക്ഷ്യം തെറ്റിക്കുവാൻ ഒരു ശത്രു സിംഹത്തെ പോലെ ഓടി നടക്കുന്നു എന്നാണ് പറഞ്ഞത്. നാം അത് വായിക്കുന്ന ഇങ്ങനെയാണ്. പത്രോസിൻ്റെ 1 ലേഖനം 5-ാം അധ്യായം നാം വായിക്കുന്നു 8-ാമത് വാക്യം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഓക്കെ, വിശ്വാസികളെ ലക്ഷ്യം തെറ്റിക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ, ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തി. എന്നാൽ ആ ശക്തിയെ ദുർബലപ്പെടുത്തി പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്ന മറ്റൊരു സിംഹമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. വെളിപ്പാട് പുസ്തകം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കി, അവിടെ ഈ ദൂതൻ ഇത് പറഞ്ഞപ്പോൾ ഭക്തനായ യോഹന്നാന് ധൈര്യമുണ്ടായി. അപ്പോൾ നമ്മെ സഹായിക്കുവാൻ ശക്തനായ, സകലത്തിലും അധികാരമുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സിംഹം, യൂദയൻ സിംഹം നമുക്ക് സഹായകനായിട്ടുണ്ട്. ഈ സിംഹമായവൻ സിംഹത്തെ പോലെ നമുക്ക് ശക്തിയോടെ സഹായം ചെയ്യുന്ന ഈ കർത്താവ് ഒരു വിശ്വാസിക്ക് അതെ ആത്മനാഥനാണ്, ആത്മമണവാളനാണ്. അവൻ സർവാംഗ സുന്ദരനാണ്. ആ കർത്താവിനെ നാം എത്രമാത്രം വാഴ്ത്തിയാലും, സാധാരണ മാനുഷികമായ സഹായങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ പുകഴ്ത്താറുണ്ടല്ലോ, ആ രീതിയിലൊക്കെ അവരെ ശ്ലാഘിക്കാറുണ്ട്. എന്നാൽ നമ്മെ രക്ഷിച്ച, നമ്മെ സഹായിക്കുന്ന, നിത്യതയോളം നടത്തുന്ന, മൺമയരായി നമ്മെ വിൺമയരാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി മൺമയനായി വന്ന ആ കർത്താവ്, അവൻ വിരൂപനായെങ്കിലും ഇന്ന് മരിച്ചുയർത്ത് സ്വർഗത്തിൽ അതേ സുന്ദരരൂപനായി നമുക്കായിട്ട് ജീവിക്കുന്നു. ആ കർത്താവിനെ വാഴ്ത്തിപ്പാടുന്ന മനോഹരമായ ഒരു ഗീതം, സർവാംഗ സുന്ദരനെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗീതം കർത്താവിന് ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുവൻ അവർ നമുക്കായി ദൈവനാമ മഹത്വത്തിനായി പാടുന്നു. കർത്താവിന് ദാസനെ സാദരം സ്വാഗതം ചെയ്യുന്നു.
മന്നനം എന്നാത്മനായകനേ, മണ്ണിലിറങ്ങിയ മന്നാതി മന്നനം എന്നാത്മനായകനേ, സർവാംഗ സുന്ദരനേ. ബാലസിംഹം, യൂദയിൻ ബാലസിംഹം, ദാവീദിൻ പുത്രനും നീ, യൂദയിൻ ബാലസിംഹം, ദാവീദിൻ പുത്രനും നീ, ആദിയുമന്തവും അൽഫ ഒമേഗയും നീതിയിൻ സൂര്യനും നീ, ആദിയുമന്തവും അൽഫ ഒമേഗയും നീതിയിൻ സൂര്യനും നീ, സർവാംഗ സുന്ദരനേ. സ്വരൂപത്തിലും തൻ്റെ സ്വരൂപത്തിലും തൻ സാദൃശ്യമാംവിധവും, തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യമാം വിധവും, മർത്യനെ ഭൂമിക്കദീപനായി നിർമ്മിച്ച ശില്പിയ ദേവദേവാ, മർത്യനെ ഭൂമിക്കദീപനായി നിർമ്മിച്ച ശില്പിയ ദേവദേവാ, സർവാംഗ സുന്ദരനേ. കർത്താവു നീ, കർത്താവു നീ, മർത്യപാപഹാരിയും നീ, കർത്താവു നീ, മർത്യപാപഹാരിയും നീ, രക്ഷയ്ക്കാനർഹരം മർത്യനായി കാൽവറി യാഗമായി തീർന്നവൻ നീ, രക്ഷയ്ക്കാനർഹരം മർത്യനായി കാൽവറി യാഗമായി തീർന്നവൻ നീ, സർവാംഗ സുന്ദരനേ, സർവാംഗ സുന്ദരനേ, സർവാംഗ സുന്ദരനേ.
എന്നാത്മനായകനേ, മണ്ണിലിറങ്ങിയ മന്നാതി മന്നനം എന്നാത്മനായകനേ, സർവാംഗ സുന്ദരരേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ. വളരെ എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു പാട്ടിൻ്റെ ടൂണിൽ പുതിയൊരു പാട്ട് നമുക്ക് ശ്രദ്ധിപ്പാൻ ദൈവം അവസരം നൽകി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ തുടർന്നും ആ രീതിയിൽ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ അവസാനമായി ഓർപ്പിക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്നാണ്. ഏറ്റവും വലിയ വരം സ്നേഹം പങ്കിടുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് 14 അധ്യായത്തിൽ സവിസ്തരമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിരവധി കഷ്ടങ്ങളും പ്രതിസന്ധികളും ഭീഷണിയും ഒക്കെ ആ രീതിയിലുണ്ടായിട്ടും യേശുക്രിസ്തുവിൻ്റെ ഒരു അനുഗാമിയായി, ഒരു ശിഷ്യനായി, അപ്പോസ്തലനായ പൗലോസ് ആ രീതിയിൽ മുന്നേറി. അദ്ദേഹം പറയുന്നത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു. അതാണ് ആ സ്നേഹത്തിൻ്റെ മൂർച്ച. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു. ആ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം. പ്രതിഫലേച്ഛ കൂടാതെ, കാരണം കൂടാതെ നമ്മെ സ്നേഹിച്ച ദൈവം, നമ്മെ രക്ഷിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ മഹൽ സ്നേഹത്തെ വർണ്ണിക്കുവാൻ എത്രമാത്രം പാട്ടുകൾ പാടിയാലും, എത്രമാത്രം പ്രസംഗം നടത്തിയാലും, എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. എങ്കിലും ഭക്തന്മാർ അതാത് സമയങ്ങളിൽ ദൈവാത്മാവിനാൽ അവർക്ക് ലഭിക്കുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് മനോഹരമായ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ദൈവത്തിൻ സ്നേഹത്തിൻ്റെ അഴിയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗീതം നമുക്കിപ്പോൾ കേൾക്കാം. കർത്താവിൻ്റെ ദാസി ഷിബി വർഗീസ് ഇപ്പോൾ നമുക്കായി ആലപിക്കുന്നു. പ്രത്യേകാൽ സ്വാഗതം ചെയ്യുന്നു.
കരത്താൽ നിന്നകളേറിടും വേളകളിൽ പഴുതുഷേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ നാഥനവനെന്നും കൂടെയുണ്ട് ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ നാഥനവനെന്നും കൂടെയുണ്ട് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് താങ്ക് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി വിളിച്ചാരാധിക്കുവാൻ പാടി പുകഴ്ത്തുവാൻ ഒരു നാമമുള്ളത് നമ്മുടെ കർത്താവിന് നാമമാണ്. കാരണം നമ്മുടെ കർത്താവ് നിത്യനാ. നമ്മുടെ കർത്താവ് സകല നാമത്തിന് മേലായ നാമമുള്ളവനാ, അതുല്യനാണ്. ഈ ശ്രേഷ്ഠനായ കർത്താവിനെ നാം ദിനം ദിനം വാഴ്ത്തുക എന്നുള്ളത് ആ സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ കഴിയൂ. ഒരിക്കൽ സോക്രട്ടീസ് ഏതൻസിലെ ചന്തസ്ഥലത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സകല തിന്മകൾക്കും കാരണം മനുഷ്യന്റെ അജ്ഞതയാണ്. അപ്പോൾ അവിടുത്തെ ജ്ഞാനികളെന്ന് അഭിമാനിച്ചിരുന്ന കുറെ ആൾക്കാർ വന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, ക്രമേണ അദ്ദേഹത്തെ തടവിലാക്കി. ഒടുവിൽ അദ്ദേഹത്തിന് ഹോംലോക്ക് എന്ന വിഷദ്രാവകം നൽകി കൊന്നുകളഞ്ഞു. എന്നാൽ പ്ലേറ്റോ, ആ യുവാവ്, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനായി. ആ നാമത്തെ പിന്നെയും ഉയർത്തി എഴുത്തുകളിലൂടെയും പ്രസംഗത്തിലൂടെയും
പ്ലേറ്റോ അദ്ദേഹത്തെ ഉയർത്തി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ദൈവമായവൻ മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എബ്രായ ലേഖനം 1-2 ഓർപ്പിക്കുന്ന പോലെ അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ആ കർത്താവിന് നാം എത്ര വാഴ്ത്തിയാലും മതിയാകുകയില്ല. ആ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ എപ്പോഴും ആരാധിക്കുവാൻ അതെ അർഹതയുള്ളവരാണ്. നാം അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൽ നമുക്കെന്നും വിശ്രാമമുണ്ട്. ആ കർത്താവിൽ നമുക്കെന്നും ആശ്വാസമുണ്ട്. അതാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഈ അർത്ഥം പകരുന്ന വിലപ്പെട്ട ഗീതം ദിനം ദിനം നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗീതം ദൈവനാമ മഹത്വത്തിനായി കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുവൻ അവർ ഇപ്പോൾ പാടുന്നു. കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു.
സന്നിധി എനിക്കെത്രയാശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്രയാശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക, അനുദിനവും പാടി വാഴ്ത്തുക. ചാരിടും എന്നേശു മാർവതിൽ, ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവതിൽ. നല്ലവൻ വല്ലവൻ എന്നേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലവൻ എന്നേശു എത്ര നല്ലവൻ. എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക, അനുദിനവും പാടി വാഴ്ത്തുക. താങ്ക് യു ബ്രദർ. കർത്താവിനെ അനുദിനം വാഴ്ത്തുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്, അതിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കാം. ഒരിക്കൽ നമ്മുടെ കർത്താവ് ശുശ്രൂഷ മധ്യേ അഭിമുഖീകരിച്ച 3 വ്യക്തികളെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ആള് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു ന്യായശാസ്ത്രിയായിരുന്നു എന്നാ. അദ്ദേഹം വന്ന് യേശുവിനോട് പറയുക, യേശുവേ നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് ആകാശമൊക്കെ ഉണ്ട്, മനുഷ്യപുത്രന് തലയായിപ്പാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് അവൻ കർത്താവിനെ ആ ആദർശത്തിൽ അനുകരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ അധികാരവും പദവിയൊക്കെ ആഗ്രഹിച്ച ആളാണ്. രണ്ടാമത്തെ ആളിനെ കർത്താവ് ക്ഷണിച്ചു, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ അപ്പനുള്ള സ്നേഹം കൊണ്ടല്ല, പിതൃസ്വത്ത് അവന് അവകാശമാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു. മൂന്നാമത്തെ ആൾ വന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരോട് പോയി യാത്ര ചോദിക്കട്ടെ. അപ്പോൾ അവന് ഈ പാരമ്പര്യങ്ങൾ, അത് മാനുഷികമായ കുറെ ബന്ധങ്ങളുണ്ട്, അവരോടൊക്കെ അനുവാദം ചോദിച്ചിട്ടാകട്ടെ എന്നാ. എന്നാൽ കർത്താവിനെ സ്വന്തമാക്കുക എന്നുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ നാം നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തുപേക്ഷിക്കേണ്ടി വന്നാലും, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും കർത്താവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഈ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിനെ പ്രാപിക്കുവാൻ, ആ കർത്താവിൻ്റെ ആ ശക്തി അനുഭവിക്കുവാൻ, അവൻ്റെ വാഗ്ദത്തം അനുഭവിക്കുവാൻ ഞാൻ
എൻ്റെ മാനുഷികമായിട്ടുള്ള എല്ലാം പിന്നിൽ എറിഞ്ഞു കളയുക, അതെല്ലാം ചവർ, വേസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ മുന്നിൽ കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. ഒരിക്കൽ ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗ്, അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തെ തൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലേക്ക് വിളിച്ച് അദ്ദേഹം ശേഖരിച്ചിരുന്ന കുറേ പൊൻനാണയങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, നീ യേശുവിനെ തള്ളി പറഞ്ഞാൽ ഈ പൊൻനാണയങ്ങളെല്ലാം നിനക്ക് തരാം, ഇത് എൻ്റെ വലിയൊരു നിക്ഷേപമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇതിനേക്കാൾ എത്രയോ വലുതാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു. ഈ യേശുവാണ് എൻ്റെ സമ്പത്ത്. ഈ ദൈവത്തെ വിട്ട് ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ധീരതയോടെ കർത്താവിനെ സേവിച്ചു. അത് എൻ്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം കർത്താവിനെ സമ്പത്താക്കി തീർച്ച സകല വിശ്വാസികൾക്കും ഇത് ഒരു പ്രചോദനമായിരിക്കും. ഈ മനോഹര ഗാനം കർത്താവിന് ദാസി ഷിബി വർഗീസ് നമുക്കായി ആലപിക്കുന്നു. സ്വാഗതം.
ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കർത്താവാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതായ മഹത്വം കൊടുത്ത് മൂല്യം കൽപ്പിച്ച് ഈ കർത്താവിനെ നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്താൽ നമ്മുടെ ഭാവി വളരെ അനുഗ്രഹമായിരിക്കും. അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 15-ാമത് വാക്യം മുതൽ വായിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ അത്ര ദുഷ്കരമല്ല, വളരെ ലളിതമായി രണ്ട് വിധ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന രണ്ട് വിധ ആശയങ്ങളെ ഒരു വ്യക്തി എങ്ങനെ അതിനെ തൻ്റെ ജീവിതത്തിൽ അനുകരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരത്ഭുതമാണ്, നാം അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി, അറ്റ്ലസ് ഓഫ് അനാട്ടമി എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യനെക്കുറിച്ച് വളരെ ചിന്തനീയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലയിലെ മുടിനാരുകൾ നാം എണ്ണിയിട്ടുണ്ടോ? എണ്ണാൻ പറ്റുകയില്ല. പക്ഷെങ്കിൽ എങ്ങനെയോ അത് കണ്ടെത്തി സൂചിപ്പിച്ചിരിക്കുന്നത് 1,20,000 മുടികൾ നമ്മുടെ തലയിലുണ്ടെന്നാണ് പ്രായപൂർത്തിയായ ഒരാളിൽ. നാവിൽ സ്വാദറിയാനുള്ള 900 മുകുളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരാളിൽ 206 അസ്ഥികൾ ബലം നൽകുന്നുണ്ട്. തലച്ചോറിൽ, നമ്മുടെ ബ്രെയിനിൽ 30 മില്യൺ നാഡീകോശങ്ങൾ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുക, അങ്ങനെ സമ്മേളിച്ചിരിക്കുകയാണ്. കണ്ണുകളിൽ ദർശനശക്തിക്കായി 13 കോടി ചെറിയ ദണ്ടുകളുണ്ടെന്നാണ് പറയുന്നത്. 70 ലക്ഷത്തോളം രേണു സൂചികകളുണ്ട്. ചെവിയിൽ, നമ്മുടെ ശ്രവണ കേന്ദ്രത്തിൽ 30,000 വൈദ്യുത സർക്യൂട്ടുകളുണ്ട്, ശബ്ദം സ്വീകരിക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള സംവിധാനം. ശിരസ് മുതൽ പാദം വരെ 1,00,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ബുദ്ധി അത് അപാരമാണ്. ഈ ഭൂപരപ്പിൽ ജീവിക്കേണ്ട മനുഷ്യൻ ഇവിടം വിട്ട് ബഹിരാകാശത്ത് എന്ന് അന്യഗ്രഹങ്ങളിലൊക്കെ പോയി താമസിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിവൈഭവം അത്ര വലുതാണ്. ലോകത്തിലെ തത്വശാസ്ത്രങ്ങളെല്ലാം മനുഷ്യനോട് പറയുന്നു, മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക എന്നാണ്. നിന്റെ കഴിവ് അപാരമാണ്, നീ നിന്നെ തന്നെ അറിയണം, തിരിച്ചറിയണം എന്നൊക്കെയാണ്. എന്നാൽ ദൈവശാസ്ത്രം, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് മനുഷ്യ നീ ദൈവത്തെ അറിയുക എന്നാണ്. നോക്കിയേ, അപ്പോൾ ദൈവത്തെ അറിയുമ്പോഴാണ് നമ്മുടെ മൂല്യം നമുക്ക് മനസ്സിലാക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ആ പ്രധാനപ്പെട്ട ലക്ഷ്യം നാം മനസ്സിലാക്കുന്നത്. ദൈവത്തെ നാം അറിയും തോറും ദൈവാനുരൂപമായി നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിത രീതികളൊക്കെ നമുക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ കഴിയും. അത് നാം ദൈവത്തെ അടുത്തറിയുമ്പോൾ പോലെ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്കുള്ള ഭൗതികമായ യാതൊന്നും അത്രത്തോളം വലുതല്ല എന്ന് കണ്ടിട്ട് അതിന് വില കൽപ്പിച്ചത് എന്താ? ചവറന്ന. എന്നാൽ ഏറ്റവും മൂല്യമുള്ളത് ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കി തനിക്കായി സമർപ്പിക്കുകയും ജീവിക്കുകയും ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഇവിടെ പറയുന്നത്, അത് 2 വികാരങ്ങൾ എന്നിലുണ്ട്. ഒന്ന്, പാപം ചെയ്യുവാൻ, തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വികാരം. മറ്റൊന്ന്, നന്മ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ
ഇഷ്ടം പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കുന്ന ഒരു വികാരം. ഒന്ന് ആത്മാവിൻ്റെ വികാരം, മറ്റൊന്ന് ജഡത്തിൻ്റെ വികാരം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിൻ്റെ അന്ത്യം മരണമാണ് എന്ന് പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിൻ്റെ അന്ത്യം നിത്യജീവനാണ് എന്ന് നാം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഞാൻ വായിച്ചു വന്ന വഴിയെ ഉള്ള ഒരു സംഭവം ഓർപ്പിക്കാം. ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ മ്യൂസിയത്തിൽ 2 പ്രതിമകളുണ്ട്. വെള്ള മാർബിളിൽ തീർത്ത 2 പ്രതിമകളുണ്ട്. അത് രണ്ടും പുരുഷ രൂപത്തിലുള്ളതാണ്. അതിനെ സ്ഥാപിച്ചിരിക്കുന്ന ജോർജ് ഗ്രബോർഡ് എന്ന ഒരു മഹാനായ മനുഷ്യനാണ്. എന്നിട്ട് അടിയിൽ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്: മനുഷ്യനിലുള്ള 2 ഭാവങ്ങളുടെ പ്രതിബിംബങ്ങളാണ് ഇവർ. അപ്പോൾ ഈ 2 പേരും ഒരു മനുഷ്യനിലുള്ള 2 സ്വഭാവത്തിൻ്റെ രൂപമായി അങ്ങനെ അദ്ദേഹം വെച്ചിരിക്കുക. അത് ഒരു പഠനമാണ്. ബുദ്ധിയുള്ള മനുഷ്യർക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ മഹാനായ മനുഷ്യൻ അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മിൽ ഇങ്ങനെ 2 ശക്തികളുണ്ട്. നാം ഏതിനാണ് കൂടുതൽ വിധേയപ്പെടുന്നത്? ഏതായിരിക്കും നമുക്ക് കൂടുതൽ പ്രമോദമായിട്ടുള്ളത്? ഏതാണ് നാം കൂടുതൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത്? ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതാണോ, അതോ ഈ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് ദൈവത്തോട് ശത്രുത ഉണ്ടാക്കുന്നതാണോ? ഏതാണ് നാം ലക്ഷ്യമാക്കുന്നത്? പ്രിയരെ, ദൈവജനമേ, ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സദാനേരവും അനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവാത്മാവിനെ അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മിലുള്ള വലിയ സന്തോഷവും. ദൈവാത്മാവിൽ ഉള്ള ശക്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവാത്മാവിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഹിതം, അതെ, പരിശുദ്ധാത്മാവ് അതാത് സമയത്ത് നമ്മെ ബോധ്യപ്പെടുത്തും. ആ ദൈവഹിതം ചെയ്യുവാനായി നമ്മെ ശക്തീകരിക്കും. നമുക്ക് അനുകൂലമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ജഡത്തിൻ്റെ ഇഷ്ടം ഒരു ലോകമനുഷ്യനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ച് നാം അതിനായി വിധേയപ്പെടുത്തിയാൽ അന്ത്യം വളരെ ശോചനീയമായിരിക്കും. ഒരിക്കൽ ഗലാത്യരോട് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിൽ അവസാനിപ്പിക്കുന്നുവോ? കണ്ടോ, അവർ ആദ്യം രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ എന്തൊരു ആവേശമായിരുന്നു! ഈ യേശു കർത്താവിനെ ആരാധിക്കുവാൻ, അവന് വേണ്ടി സാക്ഷ്യം പറയുവാൻ, പാടുവാൻ, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ അവർ തനിച്ചോ കുടുംബങ്ങളായോ ഒക്കെ കൂട്ടങ്ങളായിട്ടൊക്കെ താല്പര്യപ്പെട്ടു. എന്നാൽ പിന്നീട് അവരെ മറ്റ് ചില ആശയങ്ങളിലേക്ക് വശീകരിച്ചപ്പോൾ അവർ ലക്ഷ്യം വിട്ടു, ആ ട്രാക്ക് വിട്ടു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഗലാത്യരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, എന്നിട്ടിപ്പോൾ ജഡത്തിൽ അവസാനിപ്പിക്കുകയാണോ? അങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ശൗൽ എന്ന രാജാവ്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ മനുഷ്യൻ, അദ്ദേഹം ദൈവാത്മാവിൻ്റെ ശക്തിയോടെയാണ് ഗിബിയോനിനെ രക്ഷിപ്പാനായി യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത്. ആദ്യം തന്നെ ദൈവാത്മാവിൻ്റെ അഭിഷേകം തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തിയും ആ തുടക്കവും അദ്ദേഹത്തിൻ്റെ ജനത്തോടുള്ള സ്നേഹവും താല്പര്യവും ഒക്കെ വലുതായിരുന്നു. പക്ഷെ ദൈവത്തോടുള്ള വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു. എൻ്റെ ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ആ രീതിയിലൊന്നും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഭക്തനായ ദാവീദാകട്ടെ ദൈവത്തെ എൻ്റെ ദൈവം എന്ന് സദാനേരവും പറയുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. ഒരിക്കൽ അമാലേക്കരെയൊക്കെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായി. ഈ ശൗൽ എന്ന രാജാവ് അങ്ങനെ പടയാളികളുമായി പോയി യുദ്ധം ചെയ്തു മേൽത്തരമായതിനെയൊക്കെ നശിപ്പിക്കാതെ അദ്ദേഹം രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഇത് കേട്ടിട്ട് ശമൂവേൽ എന്ന പ്രവാചകൻ, അദ്ദേഹമാണെന്ന് ആലോചന നൽകുന്നത്, അദ്ദേഹം ചോദിച്ചു, നീ എല്ലാം നശിപ്പിച്ചില്ലേ? ഞാൻ ഈ കേൾക്കുന്ന കാളകളുടെയൊക്കെ മുക്രായ എവിടുന്നാണ്? അദ്ദേഹം അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ദൈവത്തോട് ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യനാണെന്ന് തെളിയിക്കുന്നൊരു ഭാഗമാണ് അത്. നിന്റെ ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവന്നു. എൻ്റെ ദൈവം എന്ന് പറഞ്ഞില്ല, നിന്റെ ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ദൈവത്തോട് ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയമായിരുന്നില്ല ആ മനുഷ്യന്. അതുകൊണ്ട് ഒരു നല്ല ആരംഭമായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഗിബിയോനിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ യുദ്ധത്തിൽ വിജയിച്ചു. അപ്പോൾ തന്നെ ഗിൽഗാലിൽ സകല ജനത്തെയും കൂട്ടിവരുത്തി ശൗലിനെ അവിടെ വെച്ച് വീണ്ടും അഭിഷേകം ചെയ്ത്
തന്നെ രാജാവായിട്ട് ആ രീതിയിൽ ഉയർത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പൊതുസമ്മതനായിരുന്നു. മാനുഷികമായ രീതിയിൽ മറ്റുള്ള യുവാക്കളെക്കാളൊക്കെ തോൾ മുതൽ ഉയരം കൂടിയ ആളായിരുന്നു, കോമളനായിരുന്നു, ഒക്കെ ശരിയാ, സൗന്ദര്യമുണ്ട്, പാരമ്പര്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ദൈവാത്മാവിനെ അനുസരിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവഹിതം പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം, അങ്ങനൊരു മനസ്സ്, അങ്ങനൊരു വികാരം, ആത്മീകമായ വികാരം തനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ ആരംഭിച്ചത് ആത്മാവിന് ശക്തിയോടെയാണെങ്കിലും അവസാനം സംഭവിച്ചത് എങ്ങനെയാ? സ്വന്തം വാളിന്മേൽ വീണ് മരിക്കുകയായിരുന്നു. ഒരാത്മഹത്യക്ക് തുല്യമല്ലേ? നോക്കിക്കേ, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിച്ചു. ശലോമോന്റെ ആരംഭം വളരെ നന്നായിരുന്നു. ഒരു വലിയ യാഗമൊക്കെ കഴിച്ചാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. എന്നാൽ ദൈവം അതിൽ പ്രസാദിച്ച് തന്നെ ധാരാളമായി അനുഗ്രഹിച്ചു, സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. ലോകത്തിൽ അതുപോലെ ബുദ്ധിമാനായ ജ്ഞാനിയായ ഒരു മനുഷ്യൻ പിന്നീട് ജനിച്ചിട്ടില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെങ്കിൽ അവസാനമായപ്പോഴേക്ക് തൻ്റെ ഹൃദയം അന്യദൈവങ്ങളിലേക്ക് വശീകരിക്കപ്പെടത്തക്കവണ്ണം ആത്മാവിൻ്റെ വികാരം വിട്ട് ജഡത്തിൻ്റെ വികാരത്തിന് അടിമപ്പെട്ടു പോയി. മിസ്രൈമിലെ കുതിരകളെയൊക്കെ കൊണ്ടുവന്ന് തൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു. അത് 1000-ഓളം സ്ത്രീകളെ തൻ്റെ ഭാര്യമാരായും വെപ്പാട്ടുകളുമായിട്ടൊക്കെ സ്വീകരിച്ചു. അങ്ങനെ അന്യമത ആരാധനകളും മറ്റും രാജ്യത്ത് ഉണ്ടായി. തൻ്റെ ഹൃദയവും ആ ഭാര്യമാർ വശീകരിച്ചു. സത്യദൈവത്തോടുള്ള ഏകാഗ്രത, ആ ദൈവത്തോടുള്ള ആത്മാർത്ഥത, ആ ആത്മാവിലുള്ള വികാരം തനിക്ക് നഷ്ടപ്പെട്ടിട്ട് താൻ ഒരു ലോകമനുഷ്യനെ പോലെയായി. ആ അവസാന സമയങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം എന്ന് പറയുന്നത്. ദൈവമക്കളെ, ഇവിടെ ഓർപ്പിക്കുന്നത് 2 വികാരങ്ങൾ, 2 ശക്തികൾ. ഒന്ന് ആത്മാവിൻ്റെ വികാരം, മറ്റൊന്ന് ജഡത്തിൻ്റെ വികാരം. നാം ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ പരാജയം, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സമ്പൂർണ്ണ വിജയം. ഏത് തിരഞ്ഞെടുക്കും? നമുക്കതിനുള്ള ചുമതലയുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അതാത് സമയത്ത് അറിയിച്ച് ദൈവത്തിൻ്റെ ആലോചന പകർന്ന് നമ്മെ നിരന്തരം ശക്തീകരിക്കുന്ന ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. നമ്മെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രശംസയുണ്ടാകും. ആ രീതിയിൽ തലമുറകളും ഓർക്കും ദൈവത്തിന് മഹത്വം. എന്നാൽ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാലോ അവസാനം വളരെ ശോകമായിരിക്കും. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൊന്നും ലഭിക്കാതെ പോകും. ലക്ഷ്യം തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? പ്രിയരെ, ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിന് ഒരു ശരിയായ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതിന് മുഖാന്തരമാകട്ടെ. നാം ദൈവത്തെ അനുസരിച്ച് ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരോ അതോ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരോ? ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ വളരെ ശോചനീയമായ ഒരു രംഗമായിരിക്കും അവസാനം നേരിടുക. ആവർത്തിക്കട്ടെ, ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിച്ചാലോ വളരെ പ്രശോഭനമായ ഒരന്ത്യം, വളരെ പ്രത്യാശപൂരിതമായ ഒരു അന്ത്യം നമുക്ക് ലഭിക്കും. അത് അനുഗ്രഹമായിരിക്കും. ദൈവാത്മാവിനെ അനുസരിച്ച് ചിലപ്പോഴൊക്കെ ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് ദൈവത്തെ മാറോട് ചേർത്ത് പിടിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഏത് പ്രതിസന്ധിയിലും ആ ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിച്ച മനുഷ്യനായ ദാവീദോ തൻ്റെ അന്തരംഗം തൻ്റെ വാർദ്ധക്യത്തിൽ വളരെ സ്വസ്ഥതയോടുകൂടി താൻ മടങ്ങി എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെയും നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ. യഹൂദന്മാരുടെ ഇടയിൽ ഈ പ്രതിഭാസത്തെ പറയാൻ പരിചയപ്പെടുത്താൻ 2 പദങ്ങളുണ്ട്. ഒന്ന് എസ്റ്റർ ഹത്താബ്, മറ്റൊന്ന് എസ്റ്റർ ഹറാ. ഈ 2 പദങ്ങൾ ഉപയോഗിക്കുന്നത്, ഒന്ന് അത് ഈ ഹത്താബ് എന്ന് പറയുന്നത് മത്സരമെന്ന ആ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ദൈവത്തിന് ഞങ്ങൾക്ക് ഇത്രയും ജനത്തിന് മാംസം തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം ഒരു കാറ്റടിപ്പിച്ചു, ധാരാളം കാടപ്പക്ഷികളെ അവർക്ക് നൽകി. അത്
അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവം ന്യായവിധി അയച്ചു. ആ മത്സരികളൊക്കെ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് ഹിബ്രോത്ത് ഹത്താവ എന്നാണ്. നോക്കിക്കേ, മത്സരികളെ അവിടെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് വികാരങ്ങൾ, ഈ രണ്ട് പ്രതിഭാസങ്ങൾ ഇവിടെ സൂചിപ്പിക്കുമ്പോൾ, ഒന്ന്, മത്സരികളായിട്ടുള്ളവർ ശവക്കുഴിയിലേക്ക് പോകുന്നവരാണ്. ആ കാര്യം ഇവിടെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു ചിന്തകൻ, ജോൺ ജേക്കബ് എന്ന ഒരു ചിന്തകൻ പറഞ്ഞത്, എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഗാന്ധിജിയെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ നഷ്ടം സംഭവിക്കും. ഭൗതികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ ഗാന്ധിജിയായി അഭിനയിക്കുകയാണെങ്കിൽ ധാരാളം പണം ലഭിക്കും. നോക്കിയേ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഗാന്ധിജിയെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കുറേ നഷ്ടങ്ങളേ ഉള്ളൂ, അവിടെ ലാഭമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പോളിസി അങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പോലെ അഭിനയിക്കുകയാണെങ്കിൽ കോടികൾ സമ്പാദിക്കാം. ആ ചിന്തകൻ പറഞ്ഞു, ശരിയല്ലേ? ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ആ രീതിയിൽ അനുകരണീയമായ കുറേ കാര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഈ ഭൂമുഖത്ത് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ജഡിക ഉല്ലാസങ്ങൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അതൊക്കെ ദൈവനാമത്തിന് അപമാനമാണ്. അവിടെ ഇങ്ങ് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുകയല്ല, അവിടെയൊക്കെ ജഡത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയരെ, നാം ഓർക്കണം, ദൈവത്തിൻ്റെ മുൻപിൽ മത്സരികളായിട്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി ജീവിച്ചാൽ ഒരു ശുഭകരമായ അന്ത്യം നമുക്ക് ലഭിക്കും. ഒരു നല്ല അനുഭവത്തെ നമുക്ക് അവസാനം വരെ അത് പങ്കിടുവാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം വിശ്വസ്തനാണ്. ദൈവം നമുക്ക് ആത്മാവിനെ നൽകിയത് എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അതാത് സമയത്ത് നമ്മെ അറിയിക്കുന്നതിനും ആ വഴിയെ നടത്തുവാനും ആ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിനുമാണ്. നാം തനിച്ചല്ല. എന്നിട്ടും ആ ആത്മാവിനെ അനുസരിക്കാതെ സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ച്, സ്വന്തം ഹൃദയത്തിലെ താല്പര്യങ്ങൾ അനുസരിച്ച് ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ വളരെ ശോചനീയമായ ഒരു രംഗമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവ വഴി വിട്ട് ജഡത്തിൻ്റെ ഉല്ലാസത്തിൽ ജീവിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക. ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ ആ ഹിബ്രോത്ത് ഹത്താവയിൽ സംഭവിച്ചതുപോലെ ആർക്കും ഉണ്ടാകാതെ ദൈവാത്മാവിൽ ശരണപ്പെട്ട് ജീവിച്ചാൽ ഒരു നല്ല അനുഭവം നിങ്ങൾക്ക് പങ്കിടുവാൻ കഴിയും. ഒരു നല്ല അനുഗ്രഹത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയും. നമുക്ക് പൂർണ്ണമായും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ അതേ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിച്ച ചിലരെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അതേപോലെ ശോചനീയമായ രംഗവുമാകാം. നിങ്ങൾക്ക് ചിന്തിപ്പാൻ, സമർപ്പിക്കുവാൻ നല്ല അവസരമാണ്. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ. നിത്യജീവൻ്റെ ശക്തി അനുഭവിച്ച് അവസാനം വരെ എൻ്റെ ശ്വാസം പോകും വരെയും അങ്ങയെ മാത്രം സ്നേഹിച്ചും സേവിച്ചും ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദൈവാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത, സാക്ഷാൽ രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തനിയെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ പരാജയത്തിൻ്റെ വഴികളിലാണ്. വിജയം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. നിങ്ങൾ സൃഷ്ടിപ്പിൽ തന്നെ ഒരു വലിയ മനുഷ്യനാണ്, ഒരു അത്ഭുതമാണ്, ശരി തന്നെ. എന്നാൽ ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് വിജയം ലഭ്യമല്ല. അതുകൊണ്ട് കർത്താവിൽ അഭയം പ്രാപിക്കുക. കർത്താവായ യേശുവേ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ആ അഭിഷേക ശക്തിയോടെ ജീവിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നമുക്ക് ഒരു പാട്ട് കൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്കൊത്താശ വരും പർവ്വതം എന്ന് തുടങ്ങുന്ന ഗാനം. നമുക്ക് സഹായം വരുന്ന ഒരേ ഒരു അഭയസ്ഥാനം നമ്മുടെ കർത്താവാണ്.
ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ഈ ഭൂമിയിലുള്ള സകലവും ഒഴിഞ്ഞു പോകും. എന്നാലും ഒരിക്കലും മാറ്റമില്ലാത്ത, ഒരിക്കലും നീങ്ങിപ്പോകാത്ത നമ്മുടെ കർത്താവ്, അവൻ വിശ്വസ്തനാണ്. ഈ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ മനോഹരമായ ഗാനം നമുക്കായി അതേ സഹോദരി ഷിബി വർഗീസ് ആലപിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി ആലപിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
കർത്താവിന് മഹത്വം. ഈ 145-ാമത് എപ്പിസോഡ് അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത കർത്താവിന് എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സഹോദരി ഷിബി വർഗീസ് പത്തനാപുരം, ഗാനങ്ങൾക്ക് നരേഷനും ലഘുസന്ദേശം അറിയിച്ച കത്രദാസൻ എ.ടി. തോമസ് കൊട്ടാരക്കര, ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ ബെനറ്റ് ജോൺ കൊട്ടാരക്കര, ക്യാമറ ഓപ്പറേറ്റ് ചെയ്തതായ ജിജിൽ കൊട്ടാരക്കര, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ ശ്രമിക്കുകയും സന്ദേശങ്ങൾ കേൾക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ കേട്ട ഗാനങ്ങളും സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസമായി നിങ്ങൾ കരുതുകയാണ്. നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ അവൻ്റെ ചിറകടിയിൽ മറച്ച് കാത്തു സൂക്ഷിക്കുമെന്നും അവൻ്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയമുണ്ട് എന്നും അവൻ സർവാംഗസുന്ദരനും നമ്മുടെ രക്ഷിതാവും കർത്താവും ദൈവമാകയാൽ അവൻ നമ്മെ ദിനംതോറും പരിപാലിക്കുമെന്നും ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണെന്നും ദിനം തോറും നാം ആ ദൈവത്തെ വാഴ്ത്തേണ്ടതാണെന്നും ഈ ലോകത്തിൽ നമുക്ക് മറ്റു സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവമാണ് സമ്പത്തെന്നുമുള്ള വലിയ ലക്ഷ്യമുള്ള ഗാനങ്ങളാണ് നാം കേട്ടത്. ഒപ്പം ഏറ്റവും അവസാനമെന്ന് കേട്ടത് നമുക്കൊരു പർവ്വതമുണ്ട്, നമുക്ക് ആശ്രയം തരുന്ന പർവ്വതം. ഈ രാത്രിയിൽ ഗാനങ്ങൾ ശ്രമിച്ച സന്ദേശങ്ങൾ കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നോക്കുവാൻ പറ്റുന്ന ഒരു ആശ്രയസ്ഥാനം ദൈവസന്നിധിയാണ്. സംഗീതക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞതുപോലെ അത് പാടുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി കേട്ട ഒരു വാർത്ത, ടി വിയിൽ കണ്ട വാർത്ത, വേദനാജനകമായ വാർത്തയാണ് നാം കേട്ടത്. പാലക്കാട്ട് ഒരു വാഹനം പറഞ്ഞ് 4 വിദ്യാർത്ഥികൾ മരിപ്പാനുള്ള അവസരമുണ്ടായി. വളരെ ദുഃഖകരമായ കാര്യമാണ്. മാതാപിതാക്കൾക്ക് പെട്ടെന്ന് അവരുടെ മക്കളെ നഷ്ടമായിരിക്കുന്നു. നിരാശരായി ആശ്രയം നഷ്ടപ്പെട്ടവരായിട്ട് അവരായിരിക്കുന്നു. ഈ രാത്രിയിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. മനുഷ്യരുടെ ആശ്വാസം നശ്വരമാണ്. എന്നാൽ ദൈവം അവരെ ആശ്വസിപ്പിച്ച് അവരെ സമാധാനിപ്പിച്ച് പ്രത്യാശയോടെ നിറച്ച് ദൈവത്തിലേക്ക് അവരെ അഭയം പ്രാപിക്കുവാൻ ഇടയാകണതിനായി ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ള ധാരാളം പേരുണ്ട്, അവരെടുത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പ്രാർത്ഥിച്ച ജിജോ ജോർജ് എന്ന സഹോദരന് ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ വളരെ ആശ്വാസമുണ്ടെന്ന് കേൾക്കുന്നുണ്ടായി. അവൻ എഴുന്നേറ്റിരിക്കുവാനുള്ള ആരോഗ്യം ദൈവം നൽകി, ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് ദൈവം നൽകി. അവനെ ദൈവത്ഭുതമായി വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തുറന്നും പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നാലും എവിടെയില്ലായിരുന്നുകൊണ്ട് ഏകാത്മാവിൽ സ്വർഗ്ഗദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ പാദത്തിൽ ഞങ്ങൾ അല്പസം ഇരിക്കുകയായിരുന്നു. അങ്ങയുടെ കൃപകളെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുകയായിരുന്നു. അങ്ങനെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആശ്രയമായ സംഗീതമായ കോട്ടയായ ഞങ്ങളുടെ സമ്പത്തായ കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുകയായിരുന്നു. അവിടുന്ന് എത്രയോ വലിയവനാണ്, അവിടുന്ന് എത്രയോ ഉന്നതനാണ്. അവിടുന്ന് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് ഞങ്ങളെ രക്ഷിച്ച ദൈവമാകയാൽ സ്തോത്രം. ആ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ വീട് നമസ്കരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓർത്തതുപോലെ പാലക്കാട് അപകടത്താൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ ദുഃഖിതരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. പെട്ടെന്നുണ്ടായ അപകട നിമിത്തം അവരുടെ മക്കളെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. കർത്താവെ, നീയാണ് അവർക്ക് തുണ, നീയാണ് അവർക്ക് ആശ്രയം. ദൈവത്തെങ്കിലേക്ക് അവരെ അടുപ്പിക്കണമേ, പ്രത്യാശയോടെ നിറയ്ക്കണമേ, ദൈവത്തിൽ ആശ്രയിപ്പാൻ സഹായിക്കണമേ. ആശ്വാസദാന കർത്താവിൻ്റെ അനുഗ്രഹം അവിടെ വിളിച്ചെറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജിജോ ജോർജിനായി പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത വിടുതലിനായി സ്തോത്രം. പൂർണ്ണ ആരോഗ്യമുള്ളവനായി അവൻ എഴുന്നേറ്റ് ദൈവത്തെ സേവിപ്പാൻ
അങ്ങയെ വർണ്ണിക്കുവാൻ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടഭാരങ്ങളാൽ വലിയവർ ധാരാളം പേരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. കടങ്ങളെ മാറ്റി സഹായിക്കണമേ. വേദനയാൽ ഭാരപ്പെടുന്നുണ്ട്, രോഗത്തിന്റെ കാഠിന്യത്താൽ പ്രയാസപ്പെടുന്നുണ്ട്, മാനസികമായ വിധകളാൽ ഭാരപ്പെട്ട് നാളെക്കുറിച്ച് ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെയും നീ ആശ്വസിപ്പിച്ചവരുടെ വഴികാട്ടിയായി തീർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം നൽകി അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ നാമത്തെ ആശ്രയിച്ച് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയാണ്. അവരെ ദരിദ്രം ചൊരിഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷ നൽകുവാൻ കർത്താവ് സഹായത്തിനായ സ്തോത്രം. ഗാനങ്ങൾ പാടുവാനും സന്ദേശം അറിയിപ്പാനും ഉപകരണം വായിപ്പാനും കർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അവിടുത്തെ സഹായത്തിനായ സ്തോത്രം. അനുഗ്രഹത്തിനായ സ്തോത്രം. അവിടുത്തെ നാമത്തെ ഇന്ന് ഈ ശുശ്രൂഷയുടെ മഹത്വത്തിയായ സ്തോത്രം. അവിടുന്ന് പാകടകൾ തരം താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പൂർവ്വം പാടും കർത്താവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നത്തേക്കും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം.